എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ജനന തീയതിയും ടാരോ കാർഡുകളും വെച്ചിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണ്, നിങ്ങളുടെ ജീവിത രഹസ്യം എന്താണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഓക്കെ, അതിനു വേണ്ടി ചെയ്യേണ്ടത് ഡെസ്റ്റിനി നമ്പറാണ് നമ്മൾ നോക്കുന്നത്. 9 കാർഡുകളാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. അതിന് 9 ക്രിസ്റ്റലുകളും നമ്മളിവിടെ വയ്ക്കും. റാൻഡമായിട്ട് മനസ്സിൽ തോന്നുന്ന രീതിയിൽ ഞാനിപ്പോൾ 9 ക്രിസ്റ്റലുകൾ ഓരോ നമ്പറിനായിട്ട് അസൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്പർ 1 ആമത്തിസ്റ്റ്, ക്ലിയർ ക്വാർട്സ്. നമ്പർ 2 നമ്പർ 3 ടൈഗേഴ്സ് ഐ. നമ്പർ 4 കാർണീലിയൻ. നമ്പർ 5 black tourmaline. Number 6 tree agate. Number 7 yellow jasper. Number 8 sodalite. Number 9 white agate, moonstone. Okay, അപ്പോൾ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കാണാലോ, നിങ്ങളുടെ ജനന തീയതി 1 മുതൽ 31 വരെയുള്ള നമ്മുടെ ഏത് മാസത്തിലാണെങ്കിലും 1 മുതൽ 31 വരെയുള്ള നിങ്ങളുടെ ജനന തീയതി ആണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഒറ്റ സംഖ്യയിലുള്ളതാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, 1 മുതൽ 9 വരെയുള്ളതിൽ ഏത് തീയതിയിലാണ് നിങ്ങൾ ജനിച്ചത് അതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി നമ്പർ. 2 അക്കത്തിലാണെങ്കിൽ, അതായത് 10-ാം തീയതിയാണ് ജനിച്ചതെങ്കിൽ 1 + 0, 1ഉം 0ഉം കൂട്ടുമ്പോൾ കിട്ടുന്ന 1 ആൻസർ. ഒറ്റ സംഖ്യയിലേക്ക് നമ്മളത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1ഉം 0ഉം കൂട്ടുമ്പോൾ, 1ഉം 0ഉം തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 എന്നുള്ള ഉത്തരമാണ്. 11-ാം തീയതിയാണ് ജനിച്ചതെങ്കിൽ 1 + 1 2 ആണ് ആൻസർ. അപ്പോൾ 2ലേക്ക് വരും. 13-ാം തീയതിയാണെങ്കിൽ 1 + 3 4. അങ്ങനെയാണ് നമ്മുടെ നമ്പർ നമ്മൾ കൂട്ടി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ ജനന തീയതി വരുന്ന ഡെസ്റ്റിനി നമ്പർ സൂചിപ്പിക്കുന്ന ക്രിസ്റ്റൽ, അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നമ്പർ 1 ആമത്തിസ്റ്റ്. നമ്പർ 2 ക്ലിയർ ക്വാർട്സ്, ക്ലിയർ ക്രിസ്റ്റൽ. നമ്പർ 3 ടൈഗേഴ്സ് ഐ. നമ്പർ 4 കാർണീലിയൻ. നമ്പർ 5 ബ്ലാക്ക് ടോർമലൈൻ. നമ്പർ 6 ട്രീ ആഗറ്റ്. നമ്പർ 7 യെല്ലോ ജാസ്പർ. നമ്പർ 8 സോഡലൈറ്റ്. നമ്പർ 9 വൈറ്റ് ആഗറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്പേഴ്സ് 1 2 3 4 5 6 7 8 9. ഓക്കെ, 9 വ്യത്യസ്തങ്ങളായിട്ടുള്ള ടാരോ ഡെക്കിൽ നിന്നാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാർഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഓക്കെ, നമ്പർ 1 ഡെസ്റ്റിനി നമ്പറായിട്ട് വന്നിട്ടുള്ളവരുടെ ജീവിത ലക്ഷ്യം, പർപ്പസ് എന്താണ്? എംപറർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. മെയിനായിട്ടൊരു കാർഡും അഡീഷണലി നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനോട് ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ട് 1-2 കാർഡുകളും കൂടി എടുക്കും. ഇപ്പോൾ ഇതിൽ കമൻറ്റ് കാണുന്ന ആളുകൾ, ഇത്രയും ആളുകൾക്ക് ഒരേ ഡെസ്റ്റിനി ആണോ ഉണ്ടാവുന്നതെന്ന് ചോദിക്കും. ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയാലോ. എന്തെങ്കിലും എലമെൻറ്റ്സ് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്, കണക്ട് ചെയ്യാൻ പറ്റുന്നതുണ്ടാകും. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കുറച്ച് കാർഡുകൾ കൂടി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. 5 of Wands, 8 of Pentacles, King of Cups, Death, Ace of Swords, 4 of Pentacles, 8 of Wands, 10 of Cups, 7 of Wands. റീഡിങ് ദൈർഘ്യമേറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ചുരുക്കി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. എന്നാലും എനിക്കറിയില്ല ഇതെങ്ങനെ പോകുമെന്ന്. ഓക്കെ, ഇതാണ് 1 ഡെസ്റ്റിനി നമ്പറായിട്ടുള്ള ആളുകൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഡെസ്റ്റിനി നമ്പർ 2, നമ്പർ 2-ൻ്റേതാണ്. അതായത് 2-ാം തീയതി ജനിച്ച ആളുകൾ, 11-ാം തീയതി ജനിച്ച ആളുകൾ, പിന്നെ ഏതാണ് 2 വരുന്നത്, 20, അങ്ങനെയൊക്കെ കൂട്ടി നോക്കിയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അപ്പോൾ 2-ാം തീയതി ജനിച്ച ആളുകളുടെ ഡെസ്റ്റിനി
ചാരിയറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാർഡ്. അതിനോടൊപ്പം നമ്മളിവിടെ ഫീൽ ചെയ്യുന്ന കുറച്ച് കാർഡുകൾ കൂടി. ഇത് ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വന്നിരിക്കുന്ന എലമെൻറ്റ്സ് നിങ്ങളിൽ ആർക്കെങ്കിലും, ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ലൈഫുമായിട്ട് ടച്ച് ചെയ്തു പോകുന്ന തരത്തിലുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ആ എനർജീസ് കൂടി നമ്മൾ സൂചിപ്പിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാർഡ്സ് പറയാം. 3 of Swords, 8 of Pentacles, Moon, Emperor, Page of Swords, 9 of Pentacles, Queen of Cups, 9 of Swords, Queen of Pentacles. നമ്മൾ നേരത്തെ Queen of Cups ആണുണ്ട്, തെറ്റായി ഞാൻ Queen of Pentacles എന്ന് പറഞ്ഞതുപോലെ തോന്നുന്നു. ഓക്കെ, Queen of Pentacles, King of Wands. ഇപ്പോൾ ചാരിയറ്റ് ആണ് നിങ്ങളുടെ നമ്പർ 2-ൻ്റെ മെയിൻ കാർഡായിട്ട് വന്നിരിക്കുന്നത്, സിഗ്നിഫിക്കേറ്റർ കാർഡ്. ഓക്കെ, അടുത്തത് നമ്പർ 3. നമ്പർ 3 ഡെസ്റ്റിനി നമ്പർ ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് പർപ്പസ്, ഡെസ്റ്റിനി എന്താണ്? നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ് 3 of Swords ആണ്. നമുക്ക് ഫീൽ ചെയ്യുന്ന കാർഡുകൾ കൂടി എടുക്കുകയാണ്. ഒരു എണ്ണം വെച്ചൊന്നും അല്ല കാർഡ് എടുക്കുന്നത്. ഓരോ റീഡിങ്ങിലും നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന ഒരു അട്രാക്ഷൻ തോന്നുന്ന കാർഡുകളാണ് എടുക്കുന്നത്. എല്ലാവർക്കും ഒരേ നമ്പർ ഓഫ് കാർഡ്സ് കിട്ടണം എന്നില്ല. ഓക്കെ, 7 of Swords, Knight of Swords, 2 of Swords, 7 of Wands, 4 of Swords, 6 of Pentacles, Hermit. നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ് 3 of Swords ആണ് വന്നിരിക്കുന്നത്. ഇത് കണ്ട് പേടിക്കണ്ട, എന്താണ് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അടുത്തത് നമ്പർ 4. നമ്പർ 4 സിഗ്നിഫിക്കേറ്റർ കാർഡ് നമ്പർ 4 ഡെസ്റ്റിനി നമ്പറായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ് ഏതാണെന്ന് നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നമുക്ക് ഇവിടെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന കാർഡുകൾ കൂടി എടുക്കാം. ഓക്കെ, നമ്പർ 4-ൻ്റെ ജനറൽ കളക്റ്റീവ് ഡെസ്റ്റിനി ചെക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതും നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. എംപ്രസ്, 4 of Wands, Knight of Wands, Knight of Wands, Knave of Wands, 9 of Swords, 7 of Cups, Knight of Pentacles, 2 of Pentacles, 10 of Pentacles, 4 of Pentacles, Death, 3 of Swords, 5 of Cups. Okay, King of Pentacles ആണ് നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ്. ഇനി അടുത്തത് നമ്പർ 5. നമ്പർ 5 ഡെസ്റ്റിനി നമ്പറായിട്ട് വന്നിരിക്കുന്ന ആളുകളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ് എന്താണ്? നിങ്ങളുടെ ഡെസ്റ്റിനി എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എംപ്രസ് കാർഡല്ലേ. അപ്പോൾ നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ് എംപ്രസ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 9 of Wands, Fool, Ace of Swords, 4 of Wands, Ace of Wands, 4 of Pentacles, Star card, 5 of Pentacles, King of Pentacles, Wheel of Fortune, 9 of Swords, 7 of Swords. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്പർ 5. 6 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡെസ്റ്റിനി നമ്പർ 6 ജനനത്തീയതിയായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് എന്താണ് ഡെസ്റ്റിനി? നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്ന കാർഡുകൾ കൂടി കളക്റ്റീവ് റീഡിങ്ങിനായിട്ട് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നില്ല, നിങ്ങൾ ആദ്യം മുതൽ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ പറഞ്ഞതുപോലെ കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് കളക്റ്റീവ് എനർജീസ് ഉണ്ടാകും. നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന എനർജീസ് മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ കേൾക്കുമ്പോൾ. ഓക്കെ, 5 of Cups, King of Cups, 8 of Cups, 9 of Pentacles, Chariot,
King of Pentacles, 7 of Pentacles, 3 of Swords, 10 of Pentacles, Ace of Pentacles, Emperor, Death card, Page of Cups. ഇതാണ് നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡിനൊപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മറ്റു കാർഡ്സ്. ഓക്കെ, നമ്പർ 6. അടുത്തത് നമ്പർ 7. നമ്പർ 7 ഡെസ്റ്റിനി നമ്പറായിട്ട് ജനനത്തീയതി കിട്ടിയിരിക്കുന്ന ആളുകൾക്ക്, ജനനത്തീയതി ആഡ് ചെയ്യുമ്പോൾ നമ്പർ 7 ഡെസ്റ്റിനി നമ്പർ കിട്ടിയിരിക്കുന്നവരുടെ ഡെസ്റ്റിനിയെ പറ്റി എന്താണ് ഇവിടെ നൽകുന്ന സൂചന? വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ്. നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന കാർഡുകൾ കൂടി, നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് വെളിച്ചം വീശുന്ന കാർഡുകൾ കൂടി നമുക്കെടുക്കാം. ആദ്യം മുതൽ പറയുന്നത് പോലെ കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന കാര്യം ഓർക്കുക. ഇതിൽ പറയുന്ന എനർജി വളരെ വളരെ പെട്ടെന്ന് റീഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്, കാരണം 9 പൈൽ നമ്മൾ കവർ ചെയ്യേണ്ടി വരുമല്ലോ. ഓക്കെ, സിഗ്നിഫിക്കേറ്റർ കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അത് കൂടാതെ കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്, ചാരിയറ്റ്, ലവേഴ്സ്, ക്യൂൻ ഓഫ് കപ്സ്, ടവർ, പേജ് ഓഫ് വാൺസ്, മജീഷ്യൻ, എംപറർ, 2 ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് വാൺസ്, ഡെത്ത്. ഓക്കെ, അടുത്തത് നമ്പർ 8. നമ്പർ 8 ഡെസ്റ്റിനി നമ്പറായിട്ട് കിട്ടിയിരിക്കുന്ന, ജനനത്തീയതി ആഡ് ചെയ്ത് നോക്കിയപ്പോൾ നമ്പർ 8ലേക്ക് ഡെസ്റ്റിനി വിരൽ ചൂണ്ടിരിക്കുന്ന ആളുകളുടെ ഡെസ്റ്റിനി ഹാങ്ഡ് മാൻ ആണ് നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ്. അപ്പോൾ മറ്റു കാർഡുകൾ കൂടി, നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നിരിക്കുന്ന കാർഡുകൾ കൂടി എടുത്തിട്ട് നമുക്കത് പറയാം. ഓക്കെ, 7 of Swords, Emperor, Moon, Page of Swords, Unknown card, Queen of Wands, Strength, 4 of Cups, World, 3 of Cups, Hermit. അപ്പോൾ ഇതാണ് നമ്പർ 9ൻ്റെ കാർഡ്സ്, സോറി നമ്പർ 8ൻ്റെ കാർഡ്സ്. അടുത്തത് നമ്പർ 9 ജനനത്തീയതി ആഡ് ചെയ്യുമ്പോൾ നമ്പർ 9 ഡെസ്റ്റിനി നമ്പറായിട്ട് കിട്ടിയിരിക്കുന്ന ആളുകളുടെ ലൈഫിൻ്റെ പർപ്പസ്, രഹസ്യം എന്താണെന്നാണ് നോക്കുന്നത്. വേൾഡ് ട്രീ, വേൾഡ് കാർഡാണ് നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഫീൽ ചെയ്യുന്ന കുറച്ച് കാർഡുകൾ കൂടി എടുക്കുന്നുണ്ട്. 2 കാർഡുകൾ ആദ്യമേ എടുത്തതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ നമ്മൾ തിരിച്ചു വയ്ക്കുന്നില്ല. അത് ഒരുമിച്ച് വരാൻ വേണ്ടി ഉള്ളതായിരിക്കും, എന്തെങ്കിലും ഒരു മെസ്സേജ് അതിലുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അതങ്ങനെ അങ്ങോട്ട് പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൂടി എടുത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. യെസ്, അപ്പോൾ നിങ്ങളുടെ വേൾഡ് കാർഡ്, സിഗ്നിഫിക്കേറ്റർ കാർഡിന് പുറമെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 2 of Swords, King of Wands, വെയിറ്റ്, അപ്പോൾ നമ്പർ 9 ഡെസ്റ്റിനി നമ്പറായിട്ട് കിട്ടിയിരിക്കുന്ന ആളുകൾക്ക് സിഗ്നിഫിക്കേറ്റർ കാർഡായിട്ട് വേൾഡ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതർ കാർഡ്സ് 2 of Swords, നൈറ്റ് ഓഫ് കപ്സ്, ബാലൻസ്, ടെമ്പറൻസ് കാർഡാണിത്, 6 of Swords, 9 of Cups, 9 of Pentacles and 5 of Swords. ഓക്കെ, ഇത്രയുമാണ് നമ്പർ 9. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി നമ്പർ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. കാർഡ് നമ്പർ 1 മുതൽ 9 വരെ നമ്മളിവിടെ ഡെസ്റ്റിനി നമ്പേഴ്സ് അസൈൻ ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായ ടാരോ ഡെക്കുകളിൽ നിന്ന് കാർഡുകളും എടുത്തിട്ടുണ്ട്. ഇനി അതാത് കാർഡ്സ് ഏതാണെന്ന് വെച്ചാൽ, പൈൽ ഏതാണെന്ന് വെച്ചാൽ നമ്പർ 1 മുതൽ 9 വരെയുള്ളതിൽ നിങ്ങളുടെ പൈൽ സെലക്ട് ചെയ്യുക. നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ക്രിസ്റ്റലുകൾ, ഈ ഓരോ പൈലും നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഡെസ്റ്റിനി നമ്പർ അതനുസരിച്ച് പിക്ക് ചെയ്യാം. അത് മാത്രമായിരുന്നു ആദ്യം എൻ്റെ മനസ്സിൽ. പക്ഷേ ഈ 9 പൈലുകളും നമ്മൾ കാർഡ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു എനർജി കടന്നു പോകുന്നത് പോലെ തോന്നി. ആർക്കൊക്കെയോ വേണ്ടി ഹോൾ റീഡിങ്
കുറച്ച് ആളുകൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളതാണെന്നൊരു ഫീൽ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനായിട്ട് പറഞ്ഞ് ലിമിറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് കണ്ട് നോക്കണം, ഓരോ പൈലും നോക്കണം എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാം. ഇനി അതല്ല, നമ്മൾ വെച്ചിരിക്കുന്ന ക്രിസ്റ്റലുകൾ, നിങ്ങൾക്ക് ഒന്നിലധികം ക്രിസ്റ്റലുകൾ, ഒന്നിലധികം പൈലുകൾ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ, അട്രാക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് എടുത്ത് കണ്ടു നോക്കൂ. അതിലെന്തെങ്കിലും എനർജി, ചിലപ്പോൾ അതിലെന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുമായിട്ട് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഉണ്ടാവാം, നിങ്ങൾ കേൾക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവാം, നിങ്ങൾ അനുഭവിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം, എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാർഡ്സ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഫീൽ ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും റീഡിങ്ങിലേക്ക് പോവുകയാണ്. ഫയൽ നമ്പർ 1 ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫയൽ നമ്പർ 1ലേക്ക് കിടക്കുകയാണ്. ഡെസ്റ്റിനി നമ്പർ 1 ആയിട്ടുള്ള ആളുകളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ് എംപറർ കാർഡാണ്. നിങ്ങളുടെ സ്റ്റോൺ ആമത്തിസ്റ്റ് ആണ്. കാർഡ്സ് 7 of Wands, 10 of Cups, 8 of Wands, 4 of Pentacles, Ace of Swords, Death card, King of Cups, 8 of Pentacles and 5 of Wands. ഇതാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡുകൾ. നിങ്ങളുടെ ലൈഫിൻ്റെ സീക്രട്ട് എന്താണെന്നുള്ളതാണ് ഈ കാർഡുകൾ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് എംപറർ ആണ്. അതായത് ജന്മന തന്നെ മികച്ച നേതൃപാടവവും ലീഡർഷിപ്പ് ക്വാളിറ്റിയും സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി തീരുമാനിച്ച് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസവുമുള്ള വ്യക്തിയാണ് നിങ്ങൾ. ജീവിതത്തെ വ്യക്തമായ കൺട്രോളിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. നിങ്ങളുടെ ഡെസ്റ്റിനിയും അതുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മത്സരങ്ങളും എതിർപ്പുകളും തടസ്സങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ 7 of Wands കാണിക്കുന്നത് നിങ്ങൾ ഒരിക്കലും തോറ്റുകൊടുക്കില്ല എന്നാണ്. എത്ര പേർ എതിർത്താലും നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്ന് പോരാടി വിജയം നേടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് വരുന്നത് നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന വലിയ മാറ്റത്തിലൂടെയാണ്. അത് ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും സംഭവിച്ചിരിക്കും എന്ന് ഉറപ്പുള്ള കാര്യമാണത്. പഴയ ചിന്തകളോ അല്ലെങ്കിൽ ചിന്താഗതികളോ നിങ്ങൾക്ക് പ്രയോജനമില്ലാത്ത ബന്ധങ്ങളോ പൂർണ്ണമായി അവസാനിപ്പിച്ച് പുതിയൊരു ലക്ഷ്യബോധത്തോടെയും വ്യക്തതയോടെയും നിങ്ങൾ മുന്നോട്ട് കുതിക്കും. ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന ഏസ് ഓഫ് സോർട്സ് കാർഡ് ഡെത്ത് കാർഡുമായിട്ട് ചേർന്ന് സൂചിപ്പിക്കുന്നത്. കരിയറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണ്. സ്വന്തം കഴിവുകൾ മെച്ചപ്പെടുത്താൻ നിങ്ങൾ ഒരുപാട് സമയം മാറ്റിവെക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി ആഗ്രഹിച്ച മാറ്റങ്ങളും വലിയ വിജയ വാർത്തകളും വളരെ വേഗത്തിൽ നിങ്ങളെ തേടിയെത്തും എന്നാണ് ഇവിടെ 8 of Wandsഉം അതുപോലെ 8 of Pentaclesഉം ഒരു അലൈൻഡ് ആയിട്ടാണ് ആ എനർജി വന്നിരിക്കുന്നത്. 8 of Wandsഉം 8 of Pentaclesഉം ഒരേ നിരയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഒരുമിച്ച് പറയുന്നത് നിങ്ങൾ പുറമേക്ക് സ്ട്രിക്റ്റ് ആയ ഒരു എംപററിനെ പോലെ തോന്നിക്കാമെങ്കിലും ഉള്ളിൽ ഒരുപാട് സ്നേഹവും വൈകാരികമായ പക്വതയുമുള്ള ആളാണ്. നിങ്ങളുടെ അന്തിമ ഡെസ്റ്റിനി എന്നത് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബ ജീവിതവും ആഗ്രഹിച്ച സംതൃപ്തിയുമാണ്. എന്നാൽ ഇവിടെ ചെറിയൊരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അത് 4 of Pentacles നൽകുന്നതാണ്. മാറ്റങ്ങളെ സ്വീകരിക്കാൻ മടിക്കുന്ന സ്വഭാവമോ സുരക്ഷിതത്വം ഓർത്ത് പിടിവാശി കാണിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്ന ഒരു രീതിയോ കാണിക്കാൻ സാധ്യതയുണ്ട്. അതുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം. കൈവിട്ടു പോകുമോ എന്ന ഭയം കാരണം വരുന്ന അവസരങ്ങളെ, നല്ല അവസരങ്ങളെ വിട്ടുകളയരുത്. കയ്യിലുള്ളത് പോകാതിരിക്കാൻ വേണ്ടി പിടിച്ചു വെച്ചിരിക്കുമ്പോൾ മുന്നിൽ വരുന്ന നല്ല സാധ്യതകളെ കാണാതെ പോകാൻ ഇടയുണ്ടെന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്. അതൊന്ന് ശ്രദ്ധിക്കണം. തടസ്സങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാൻ കഴിവുള്ള ആളാണ് നിങ്ങൾ. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് വൈകാരികമായും സാമ്പത്തികമായും സമ്പൂർണ്ണ വിജയം നേടുക എന്നതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി. നമ്പർ 2 ക്രിസ്റ്റൽ ക്ലിയർ കോഡ്സ് ആണ്. നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ് ചാരിയറ്റ് കാർഡാണ്. ഓക്കെ, മേജർ ആർക്കാന കാർഡാണ്. ഡെസ്റ്റിനിയുമായിട്ട് ബന്ധം വരുന്ന കാര്യങ്ങളാണ് മെയിനായിട്ടും സാധാരണ മേജർ ആർക്കാന കാർഡുകൾ റിവീൽ ചെയ്യുന്നത്. അതർ കാർഡ്സ് കിങ് ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, 5 of Swords, ക്യൂൻ ഓഫ് കപ്സ്, 9 of Pentacles, പേജ് ഓഫ് സോർഡ്സ്, എംപറർ, മൂൺ കാർഡ്, 8 of Pentacles, 3 of Swords. ഓക്കെ, പൈൽ നമ്പർ 2
അപ്പോൾ നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ചാരിയറ്റ് ആണ്. ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളുള്ള, എത്ര തടസ്സങ്ങൾ വന്നാലും മുന്നോട്ട് കുതിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെന്നാണ് ആ കാർഡ് ഉറപ്പിച്ചു പറയുന്നത്. പ്രതിസന്ധികളിൽ തളരാതെ ജീവിതത്തിന്റെ നിയന്ത്രണം സ്വന്തം കൈകളിൽ പിടിച്ചെടുക്കാൻ കഴിവുള്ളയാളാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ പാസ്റ്റിലോ അല്ലെങ്കിൽ നിലവിലോ വലിയൊരു വൈകാരികമായ മുറിവോ വിശ്വസിച്ചവരിൽ നിന്നുള്ള വഞ്ചനയോ ഉണ്ടായിട്ടുണ്ടാകാം. ചില വഴക്കുകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ കാരണം മനസ്സിൽ വലിയ അസ്വസ്ഥതകളും അനിശ്ചിതത്വങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഉള്ളിൽ വലിയ ഭയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടെങ്കിലും പുറമേക്ക് നിങ്ങൾ അതൊന്നും കാണിക്കാറില്ല. എപ്പോഴും സാഹചര്യങ്ങളെ നിരീക്ഷിക്കുന്ന, കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ് നിങ്ങളുടേത്. ഈ മാനസിക വിഷമങ്ങളിൽ നിന്നെല്ലാം സത്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് പുറത്തു വരാൻ ഇത് നിങ്ങളെ സഹായിക്കും. ആ മെന്റാലിറ്റി നിങ്ങളെ സഹായിക്കും. ഇവിടെ വരുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഊർജവും ശക്തിയുമാണ്. കിങ് ഓഫ് വാൺസിന്റെയും എംപററിന്റെയും കരുത്ത് നിങ്ങളിലുണ്ട്. തോൽവികൾക്കൊന്നും നിങ്ങളെ തളർത്താൻ കഴിയില്ല. നിങ്ങളിൽ ഒരു ലീഡറും അതുപോലെ ബിസിനസ് മൈൻഡുള്ള ഒരാളുമുണ്ട്. ഭാവിയിൽ വലിയ അധികാരവും പദവിയും നിങ്ങളെ തേടിയെത്തുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അവിടെ ഒരു ലീഡർഷിപ്പിലേക്ക് നിങ്ങൾ വരും. സാമ്പത്തികമായി വലിയൊരു സുരക്ഷിതത്വത്തിലേക്ക് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് അതാണ് ഉറപ്പ് നൽകുന്നത്. നിങ്ങൾ ഉയരും. നിങ്ങളുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും തണലാകാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്തായാലും നിങ്ങൾ എത്തിപ്പെടും എന്നുള്ളതാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും ഒരു കാര്യത്തിലും വിട്ടുകൊടുക്കാത്ത മനോഭാവവുമാണ് നിങ്ങളെ ഈ വിജയത്തിലേക്ക് നയിക്കുന്നത്. അതിൻ്റെ അന്തിമ ഫലമായിട്ട് സ്വന്തം കാലിൽ നിവർന്നു നിൽക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യവും ആഡംബരവും നിറഞ്ഞൊരു ജീവിതം നിങ്ങൾ പടുത്തുയർത്തും. ഇത്രയധികം വിജയവും പദവിയും കൈവരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ സ്നേഹവും കരുണയും നിങ്ങൾ കൈവിടില്ല. മറ്റുള്ളവരെ മനസ്സിലാക്കാനും പരിചരിക്കാനും നിങ്ങൾ മുൻപന്തിയിലുണ്ടാകും എന്ന് തന്നെയാണ് ഈ കാർഡുകളെല്ലാം ചേർന്ന് കാണിക്കുന്നത്. മുൻകാലങ്ങളിൽ ഉണ്ടായ വിഷമങ്ങളും വഞ്ചനകളും ആരെങ്കിലും നിങ്ങളെ തകർക്കാൻ നോക്കിയെങ്കിലും അത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കുക അല്ലെങ്കിൽ ശക്തയാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ചാരിറ്റി സൂചിപ്പിക്കുന്നത് പോലെ മനക്കരുത്തും കഠിനാധ്വാനവും കൊണ്ട് സകല പ്രതിസന്ധികളെയും മറികടന്ന് സാമ്പത്തികമായും വ്യക്തിപരമായും ഉയർന്ന പദവിയിലെത്തുക എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനി. ഫയൽ നമ്പർ 3 ടൈഗേഴ്സ് ഐ ആണ്. നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ് 3 ഓഫ് സോർഡ്സ് ആണ്. അതർ കാർഡ്സ് ഹെർമിറ്റ്, 6 of Pentacles, 4 of Swords, 7 of Wands, 2 of Swords, Knight of Swords and 7 of Swords. ഇതാണ് നിങ്ങളുടെ കാർഡ്സ്. ഫയൽ നമ്പർ 3 നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 3 of Swords ആണ്. കേൾക്കുമ്പോൾ ആദ്യം ഒരു ഞെട്ടലുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. എന്താണ് ഹൃദയം ഭേദകമാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഡെസ്റ്റിനിയാണോ നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് തോന്നുമല്ലോ. പക്ഷെ അങ്ങനെ പേടിക്കേണ്ടതൊന്നുമില്ല. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിച്ചവരിൽ നിന്നുള്ള വഞ്ചനയോ വലിയൊരു മനപ്രയാസമോ അല്ലെങ്കിൽ ഹൃദയവേദനയോ നൽകിയ അനുഭവം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ്. എന്നാൽ അത് നിങ്ങളുടെ ഒരു തളർച്ചയല്ല, വലിയൊരു തിരിച്ചറിവിലേക്കുള്ള തുടക്കമായിരുന്നു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ മുറിവുകൾക്ക് ശേഷം, അതായത് അത്തരം അനുഭവങ്ങൾക്ക് ശേഷം നിങ്ങൾ കുറച്ചു കാലത്തേക്ക് ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാനും സ്വയം അതായത് ഒരു ഏകാന്തതയിലിരിക്കാൻ, തനിച്ചിരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടാകാം. നിങ്ങളുടെ മനസ്സിലെ അസ്വസ്ഥതകൾ മാറ്റി ശാന്തത കണ്ടെത്താനും എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ചിന്തിച്ച് തീരുമാനിക്കാനും ഈ ഘട്ടം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. 2 of Swords കാണിക്കുന്നത് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ആശയക്കുഴപ്പത്തിൽ നിന്നൊരു ഘട്ടത്തെ പറ്റിയാണ്. എന്നാൽ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ട ആ നിശബ്ദതയാണ് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ വീണ്ടെടുക്കാൻ സഹായിച്ചത്. അതായത് അങ്ങനെ ഒരു പ്രതിരോധ അവസ്ഥയിൽ നിങ്ങൾ നിന്നപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതാണ് നിങ്ങളെ തന്നെ തിരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആ തനിച്ചായ അവസ്ഥ, ആ മുറിവേറ്റ അവസ്ഥ കൊണ്ട് രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എന്തായാലും എത്തിപ്പെട്ടിട്ടുണ്ട്. അത് കഠിനമായ തീരുമാനമാണെങ്കിലും നിങ്ങളത് എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് ആ മുറിവുകളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ വഴിയിൽ കപടമുഖമുള്ള ആളുകളും അല്ലെങ്കിൽ രഹസ്യമായി നിങ്ങളെ തളർത്താൻ നോക്കിയവരും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ പല കാർഡുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നുള്ള ഏറ്റവും മെയിനായിട്ട് നമ്മുടെ 7 of Swords പറയുന്നുണ്ട്.
എന്നാൽ ഇവിടെ നിങ്ങളുടെ ക്രിസ്റ്റൽ ഉണ്ടല്ലോ, നിങ്ങൾ തിരഞ്ഞെടുത്തതല്ലെങ്കിലും ഞാനാണെങ്കിലും റാൻഡംലി നമ്പർ 3ക്ക് അസൈൻ ചെയ്തത് ടൈഗേഴ്സ് ഐ ആണ്. ഈ ക്രിസ്റ്റലിന്റെ ഒരു ഊർജ്ജം നിങ്ങളിലുള്ള ഊർജ്ജമാണ്. അത് 7 ഓഫ് വാണ്ട്സുമായിട്ട് ചേരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ച് സ്വന്തം അതിരുകൾ കൃത്യമായി നിശ്ചയിക്കാൻ പഠിച്ചു എന്നാണ് ഇതെല്ലാം ചേർന്ന് കാണിക്കുന്നത്. ഇനി ആർക്കും നിങ്ങളെ പറ്റിക്കാനോ ചതിക്കാനോ ഒന്നും പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ കടന്നുപോയ ദുരനുഭവങ്ങൾ ഇനി ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ തികഞ്ഞ ലക്ഷ്യബോധത്തോടെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് കുതിക്കാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുന്ന ഒരു ശക്തിയാണ് എന്നാണ് ഇവിടെ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്നാണ് നൈറ്റ് ഓഫ് സോർട്സ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ഉദാര മനസ്കതയുള്ള ഒരു വ്യക്തിയാണ്. മുൻപ് നിങ്ങൾ കൊടുത്ത സ്നേഹത്തിനും സഹായങ്ങൾക്കും പകരമായി നിരാശ മാത്രമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. ചിലപ്പോഴല്ല, അങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. ഇനി അങ്ങോട്ട് ജീവിതം നിങ്ങൾക്ക് അർഹിച്ച സ്നേഹവും ബഹുമാനവും സമൃദ്ധിയും തിരികെ നൽകുമെന്നാണ് പറയുന്നത്. നീതിയും സന്തുലിതാവസ്ഥയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് 6 ഓഫ് പെന്റക്കിൾസ് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ വഞ്ചനകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് ആത്മീയമായും വ്യക്തിപരമായും വലിയൊരു പക്വത പ്രാപിച്ച വ്യക്തിയാണ് നിങ്ങളിപ്പോൾ. സ്വന്തം ജീവിതത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്ത് ധൈര്യത്തോടെയും വ്യക്തതയോടെയും മുന്നേറി നിങ്ങൾ അർഹിക്കുന്ന സ്ഥാനവും സമാധാനവും നേടിയെടുക്കുക എന്നതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി. ഫയൽ നമ്പർ 4 നിങ്ങളുടെ സ്റ്റോൺ കാർണീലിയൻ ആണ്. നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ലഭിച്ച മറ്റു കാർഡുകൾ 5 ഓഫ് കപ്സ്, 3 ഓഫ് സോർഡ്സ്, ഡെത്ത്, 4 ഓഫ് പെന്റക്കിൾസ്, 10 ഓഫ് പെന്റക്കിൾസ്, 2 ഓഫ് പെന്റക്കിൾസ്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, 7 ഓഫ് കപ്സ്, 9 ഓഫ് സോർഡ്സ്, പേജ് ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് വാണ്ട്സ്, 4 ഓഫ് വാണ്ട്സ് ആൻഡ് എംപ്രസ്. കിങ് ഓഫ് പെന്റക്കിൾസും എംപ്രസും എങ്ങനെയാണെങ്കിലും ഒരേപോലെ അലൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഫയൽ നമ്പർ 4 നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. സാമ്പത്തിക ഭദ്രതയ്ക്കും സ്ഥിരതയ്ക്കും വിജയം കെട്ടിപ്പടുക്കുന്നതിനും വലിയ പ്രാധാന്യം നൽകുന്ന ആളാണ് നിങ്ങൾ. കാര്യങ്ങൾ വളരെ പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്നാൽ ഈ ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുൻപ് നിങ്ങൾ വലിയ മാനസിക വിഷമങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. മനസ്സിൽ വലിയ മുറിവേൽപ്പിച്ച വഞ്ചനയോ ഹൃദയഭേദകമായ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പ്രണയനഷ്ടമോ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാകുന്ന തകർച്ചയോ എന്തോ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള അവസ്ഥയിലൂടെ നിങ്ങൾ വന്നിട്ടുണ്ട്. നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന സമയങ്ങളോ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികൾ, അമിതമായ ചിന്തകളും ആശങ്കകളും ഇതെല്ലാം നിങ്ങളെ അലട്ടിയിട്ടുണ്ട്. വല്ലാത്തൊരു ദുരിതപൂർണമായ സാഹചര്യങ്ങളിലൂടെ ഒരുപാട് അനുഭവിച്ച് സഹിച്ചാണ് നിങ്ങൾ കടന്നു വന്നത്. പക്ഷേ ഡെത്ത് കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഇതിനകം നടന്നു കഴിഞ്ഞു എന്നാണ്. ആ വിഷമഘട്ടം എന്തായാലും പൂർണ്ണമായി അവസാനിച്ചു. നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണം കാര്യങ്ങൾ പിടിമുറുക്കി വെക്കുന്ന മനോഭാവം നിങ്ങൾക്കുണ്ടായിരുന്നു. മാത്രമല്ല, വല്ലാതെ മുറുകെ പിടിച്ചിരുന്ന കാര്യങ്ങൾ, ജീവിതത്തിൽ പല കാര്യങ്ങളും ഒരുമിച്ച് ബാലൻസ് ചെയ്യാൻ പാടുപെട്ട അവസ്ഥയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം മാറാൻ പോവുകയാണ്. തീർത്തും നിങ്ങളിൽ നിന്ന് ഒഴിവായി പോകാൻ പോവുകയാണ്. ആ സാഹചര്യങ്ങൾക്ക് വലിയ മാറ്റം വരാൻ പോകുന്നു. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒട്ടേറെ പുതിയ ആശയങ്ങളും അവസരങ്ങളും ഉണ്ട്. അതിൽ നിന്ന് ശരിയായ പാത തിരഞ്ഞെടുക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണ്. ഇവിടെ പേജ് ഓഫ് വാണ്ട്സും നൈറ്റ് ഓഫ് വാണ്ട്സും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഈ കാർഡുകൾ നൽകുന്ന സൂചന പുതിയ ആവേശത്തോടെയും ഊർജത്തോടെയും നിങ്ങളുടെ പാഷൻ പിന്തുടരാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങുമെന്നാണ്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾക്ക് പകരം നിശ്ചയദാർഢ്യത്തോടെയും ക്ഷമയോടെയും അടിവെച്ച് മുന്നേറാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ സ്ഥിരതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. എടുത്തു ചാടിയൊരു തീരുമാനമൊന്നും ഇനി എടുക്കില്ല. നിങ്ങൾ വ്യക്തമായി ആലോചിച്ചിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായത് ഏതാണ്, നിങ്ങൾക്ക് അഭികാമ്യമായത് ഏതാണ് എന്ന് തീരുമാനിക്കാനുള്ള ഒരു മനക്കരുത്ത് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ അന്തിമ ഡെസ്റ്റിനി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. എംപ്രസ് കാർഡാണ് അവസാനമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സകല സമൃദ്ധിയും സന്തോഷവും ക്രിയേറ്റിവിറ്റിയും നിറഞ്ഞു നിൽക്കുമെന്നാണ്. 10 ഓഫ് പെന്റക്കിൾസും 4 ഓഫ് വാണ്ട്സും ഒരുമിച്ച് വരുമ്പോൾ അത് വലിയ സാമ്പത്തിക ഭദ്രതയെയും സ്വന്തമായി സ്വത്ത്, വീട്, സമ്പത്ത് അതായത് സമ്പാദിക്കുന്നതിനെയും സന്തോഷകരമായ കുടുംബജീവിതത്തെയും വരാനിരിക്കുന്ന വലിയ ആഘോഷങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഹൃദയം തകർന്ന അനുഭവങ്ങളിൽ നിന്നും നിരാശകളിൽ നിന്നും കരകയറി സ്വന്തം അധ്വാനം കൊണ്ട് സാമ്പത്തികമായും വ്യക്തിപരമായും വലിയൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാൻ പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ. സമൃദ്ധിയും സമാധാനവുമുള്ളൊരു കുടുംബജീവിതവുമാണ് ഇതോടൊപ്പം നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനി ആയിട്ട് വന്നിരിക്കുന്നത്.
പൈൽ നമ്പർ 5 നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ് എംപ്രസ് ആണ്. നമ്മൾ പൈൽ നമ്പർ 4ന്റെ ഡെസ്റ്റിനി അവസാനിപ്പിച്ചുകൊണ്ട് കിട്ടിയ ഫൈനൽ ഔട്ട്കം കാർഡ് എംപ്രസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മറ്റു കാർഡുകൾ നോക്കാം. 7 ഓഫ് സോർഡ്സ് അല്ല, റിവേഴ്സ് ഓർഡറില്ല, ഇത് വന്നിരുന്നത് ഇങ്ങനെയാണ്. 9 ഓഫ് വാണ്ട്സ്, ഫുൾ കാർഡ്, ഏസ് ഓഫ് സോർഡ്സ്, 4 ഓഫ് വാണ്ട്സ്, ഏസ് ഓഫ് വാണ്ട്സ്, 4 ഓഫ് പെൻഡക്കിൾസ്, സ്റ്റാർ കാർഡ്, 5 ഓഫ് പെൻഡക്കിൾസ്, കിങ് ഓഫ് പെൻഡക്കിൾസ്, Wheel of Fortune, 9 of Swords and 7 of Swords. നിങ്ങളുടെ ക്രിസ്റ്റൽ ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ബ്ലാക്ക് ടോർമലൈൻ ആണ് നിങ്ങളുടെ ക്രിസ്റ്റൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ് എംപ്രസ് ആണ്. അത് പറയുന്നത് നിങ്ങൾ ജനപ്രിയതയും സർഗാത്മകതയും സ്നേഹവും എന്ത് കാര്യത്തെയും വളർത്തിയെടുക്കാനുള്ള പ്രത്യേക കഴിവുമുള്ള വ്യക്തിയാണെന്നാണ്. സമൃദ്ധിയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമാണ് നിങ്ങൾ. നല്ല സൗന്ദര്യവും രാജ്ഞിയെ പോലെയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള വ്യക്തിയാണ് നിങ്ങൾ. അതുപോലെ അംഗീകാരവും നല്ല പവറിലിരിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ആളുകൾ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ഈ ഘട്ടത്തിലേക്ക് എത്താൻ നിങ്ങൾ ഒട്ടേറെ പ്രതിസന്ധികൾ മറികടന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ മറ്റുള്ള കാർഡുകൾ ചേർന്ന് പറയുന്നത്. സാമ്പത്തികമായി ഒറ്റപ്പെട്ടു പോയ പോലെയുള്ള അനുഭവങ്ങളോ വലിയ കഷ്ടപ്പാടുകളോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ തുടർച്ചയായി കിട്ടിയ തിരിച്ചടികൾ കാരണം നിങ്ങൾ മാനസികമായി ഭയങ്കരമായി തളരുകയും ഡിഫെൻസീവ് ആവുകയും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്ത് സംഭവിക്കുമെന്ന ഭയം, അതുപോലെ ഉറക്കമില്ലാത്ത രാത്രികളും അമിത ചിന്തകളും നിങ്ങളെ ഒരുപാട് അലട്ടിയിട്ടുണ്ട്. വിശ്വസിച്ചവരിൽ നിന്നുള്ള വഞ്ചനയോ അല്ലെങ്കിൽ നിങ്ങളെ രഹസ്യമായി തളർത്താൻ നോക്കിയ ആളുകളും ഉണ്ടായിട്ടുണ്ടാകാം. ഇതെല്ലാം കാരണം ഭാവി ഓർത്ത് ഭയന്ന് കാര്യങ്ങളെ അമിതമായി പിടിമുറുക്കി വയ്ക്കാൻ നിങ്ങളെ നിർബന്ധിതമാക്കുന്ന സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന വലിയൊരു വഴിത്തിരിവും പുതിയ തുടക്കവും ഏസ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് വാണ്ട്സ്, ഫുൾ കാർഡുകൾ എന്നിവ ചേർന്ന് നൽകുന്നുണ്ട്. അതായത് ഇനി നിങ്ങളുടെ ജീവിതം അങ്ങോട്ട് മാറാൻ പോവുകയാണ്. ഈ കാർഡുകൾ ഒരുമിച്ച് വരുമ്പോൾ അതൊരു പുതിയ തുടക്കത്തിൻ്റെയും വ്യക്തതയുടെയും പുതിയ ആശയങ്ങളുടെയും ആവേശത്തിൻ്റെയും എല്ലാം വലിയൊരു തുടക്കത്തെയാണ് കാണിക്കുന്നത്, ഒരു ആരംഭത്തെയാണ് കാണിക്കുന്നത്. പഴയ വിഷമങ്ങളെല്ലാം പൂർണ്ണമായി മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് ഭയമില്ലാതെ ധൈര്യത്തോടെ എടുത്തു ചാടാൻ അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ അതുപോലെ സ്റ്റാർ കാർഡും ചേർന്ന് പറയുന്നത് ഭാഗ്യവും സുരക്ഷിതത്വവും ആഘോഷങ്ങളും നിങ്ങൾക്ക് വരാനിരിക്കുന്നു എന്നാണ്. ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പകരമായി വലിയൊരു ഭാഗ്യവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. സ്റ്റാർ കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും വലിയ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുമെന്നും ഭാവിയിൽ വലിയ പ്രതീക്ഷയും സൗഖ്യവും ഹീലിങ്ങും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. എംപ്രസും കിങ് ഓഫ് പെൻറ്റക്കിൾസും ഒരുമിച്ച് വരുന്നത്, അങ്ങനെ ഒരുമിച്ച് ആ എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായ ഏറ്റവും വലിയ വിജയത്തെയാണ്. നിങ്ങൾ സാമ്പത്തികമായി വലിയൊരു പദവിയിൽ എത്തുമെന്ന് തന്നെയാണ് ഈ കാർഡുകൾ പറയുന്നത്. 4 ഓഫ് വാണ്ട്സ് വന്നിരിക്കുന്നത് കൊണ്ട് സ്വന്തമായി വീടുമായി ചേർന്നൊരു സെലിബ്രേഷൻ, സുരക്ഷിതമായ കുടുംബജീവിതം, വരാനിരിക്കുന്ന ആഘോഷങ്ങൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷം നിറഞ്ഞൊരു സാമ്രാജ്യം തന്നെ നിങ്ങൾ പടുത്തുയർത്തും. നിങ്ങളുടെ കുടുംബം അത് കണ്ട് ആഘോഷിക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. വഞ്ചനകളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഭയത്തിൽ നിന്നും കരകയറി സ്വന്തം ക്രിയേറ്റിവിറ്റിയും ഭാഗ്യവും കൊണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യവും സമാധാനവുമുള്ള കുടുംബജീവിതം പടുത്തുയർത്തുക എന്നതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി. ഫയൽ നമ്പർ 6 നിങ്ങളുടെ ക്രിസ്റ്റൽ ട്രീ ആഗറ്റ് ആണ്. സിഗ്നിഫിക്കേറ്റർ കാർഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതർ കാർഡ്സ് പേജ് ഓഫ് കപ്സ്, ഡെത്ത്, എംപറർ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് സോർഡ്സ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ചാരിയറ്റ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്. നമ്മൾ ഈ റീഡിങ് എടുക്കുമ്പോൾ ഈ എനർജീസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പലതിലും സാധാരണ മനുഷ്യരുടെ ജീവിതമാണല്ലോ, കോമൺ ആയിട്ട് ഏറെക്കുറെ കാര്യങ്ങൾ ഉണ്ടാകാം. എന്നാലും അങ്ങനെ ഒരു എനർജി ഇതിലേക്ക് കാണുന്നുണ്ട് പൊതുവായിട്ട്. നമ്മളൊരു സോൾ ഫാമിലി ആയതുകൊണ്ടാവാം ചിലപ്പോൾ. ഓക്കെ,
ഫയൽ നമ്പർ 6 നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ് പറയുന്നത്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് പറയുന്നത്, ചാഞ്ചാട്ടമില്ലാത്ത ആഗ്രഹങ്ങളും കഠിനാധ്വാനവും ക്ഷമയോടെ ലക്ഷ്യത്തിലേക്ക് അടിവെച്ച് മുന്നേറുന്ന സ്വഭാവവുമുള്ള ആളാണ് നിങ്ങൾ എന്നാണ്. പെട്ടെന്നുള്ള വിജയങ്ങളെക്കാൾ ലോങ് ടേം സ്റ്റെബിലിറ്റിക്ക്, ദീർഘകാല സ്ഥിരതയ്ക്കാണ് നിങ്ങൾ മുൻഗണന നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വൈകാരികമായി വലിയ മുറിവേൽപ്പിച്ച അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട്. വിശ്വസിച്ചവരിൽ നിന്നുള്ള വഞ്ചനയോ സങ്കടകരമായ വേർപിരിയലുകളോ കാരണം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരുപാട് വിഷമിച്ചിരുന്ന സമയങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ 8 ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങൾ ഇനിയൊരു സമാധാനവും പ്രതീക്ഷയും തരാത്ത ബന്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിന്നും സ്വയം ഇറങ്ങി നടക്കുന്നു എന്നാണ്. നിങ്ങളുടെ ആത്മാഭിമാനത്തിനും സമാധാനത്തിനും നിങ്ങൾ മുൻഗണന നൽകുകയാണിപ്പോൾ. ഈ അനുഭവങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. അത് ഡെത്ത് കാർഡ് ഉറപ്പു പറയുന്നുണ്ട്. പഴയ മൃദുല മനോഭാവമുള്ള വ്യക്തിയിൽ നിന്ന് മാറി സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം കയ്യിലെടുക്കുന്ന ശക്തനായ ഒരു എംപററിനെ പോലെ നിങ്ങൾക്ക് ഒരു കരുത്തും മാറ്റവും വന്നിട്ടുണ്ട്. എന്നാൽ ഉള്ളിൽ പഴയ സ്നേഹവും ഇമോഷണൽ ആയിട്ടുള്ള മെന്റാലിറ്റിയും ആ വിശുദ്ധിയും ഒക്കെ നിങ്ങളിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പുറമെ നല്ല കടുപ്പത്തോടുകൂടി ഒരു ഭരണാധികാരിയെ പോലെ എല്ലാത്തിൻ്റെയും നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. കരിയറിന്റെ ഇത്രയും കാലം നിങ്ങൾ വിതച്ച അധ്വാനത്തിന്റെ ഫലം കൊയ്യാനുള്ള സമയമായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ സാമ്പത്തിക അവസരങ്ങളുടെ വാതിൽ തുറക്കപ്പെടാൻ പോവുകയാണ്. എന്തായാലും പുതിയ അവസരം കരിയറിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു. ഇത് വെറുമൊരു സാമ്പത്തിക വളർച്ചയല്ല, തലമുറകൾക്ക് ഉപയോഗപ്രദമാകുന്ന വലിയൊരു സാമ്പത്തിക സുരക്ഷിതത്വവും കുടുംബ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാമാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ചാരിയറ്റ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ചാരിയറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മനക്കരുത്തും ലക്ഷ്യബോധവും നിങ്ങളെ വൻ വിജയത്തിലേക്ക് വേഗത്തിൽ നയിക്കുമെന്നാണ്. നിങ്ങൾ സാമ്പത്തികമായി വലിയ പദവിയിലെത്തുകയും കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ അത് ഒന്നാമത് ഇവിടെ എംപറർ വന്നിട്ടുണ്ട്. അതുപോലെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് വീണ്ടും ആവർത്തിച്ചു വരുന്നു. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വരുന്നു, കിങ് ഓഫ് കപ്സ് വരുന്നു. ഇതെല്ലാം ചേർന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു സുരക്ഷിതത്വത്തിലേക്കും സമൃദ്ധിയിലേക്കും നിങ്ങൾ എന്തായാലും പോകും. സാമ്പത്തികമായി വലിയ പദവിയിലെത്തും. ആരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യവും ആഡംബരവും നിറഞ്ഞ ജീവിതം നയിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത്രയും സാമ്പത്തിക ഉയരങ്ങളിൽ എത്തുമ്പോഴും വൈകാരികമായ പക്വതയും ഒരു ബാലൻസും ഒക്കെ ലൈഫിൽ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ആ മനസ്സിന്റെ നന്മ ഒരിക്കലും വറ്റിപ്പോവില്ല. വൈകാരികമായ തകർച്ചകളിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സ്വന്തം ജീവിതത്തിന്റെ അധികാരം പിടിച്ചെടുത്ത് കഠിനാധ്വാനം കൊണ്ട് വൻ സാമ്പത്തിക സാമ്രാജ്യവും ആത്മാഭിമാനമുള്ള ജീവിതവും പടുത്തുയർത്തുക എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനി. നിങ്ങളുടെ ക്രിസ്റ്റൽ യെല്ലോ ജാസ്പറാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ്. അതർ കാർഡ്സ് ഡെത്ത് കാർഡ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, 2 ഓഫ് സോർഡ്സ്, എംപറർ, മജീഷ്യൻ, പേജ് ഓഫ് വാൻഡ്സ്, ടവർ കാർഡ്, ക്യൂൻ ഓഫ് കപ്സ്, ലവേഴ്സ്, ചാരിയറ്റ്, 9 ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്. ഫയൽ നമ്പർ 8 നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ യെല്ലോ ജാസ്പറിന്. അതായത് മുഗൈറ്റ് ജാസ്പർ എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റൽ. ഇത് മുഗൈറ്റ് ജാസ്പർ ആണോ എന്ന് അറിയില്ല എനിക്ക്. യെല്ലോ ജാസ്പർ ആണ്. എന്തായാലും മുഗൈറ്റ് ജാസ്പർ ആണെങ്കിൽ കുറച്ച് വേറൊരു കളർ ഷെയ്ഡ് കൂടി ഉണ്ടാകുമെന്നാണ്. ഇതിലൊരു ചെറിയ ഷെയ്ഡ് ഉണ്ട്, എന്നാലും യെല്ലോ ആണ്. പെർപ്പിൾ ഷെയ്ഡൊക്കെ വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു എനർജിയും കൂടി വളരെ ചേർന്ന് നിൽക്കുന്നത് പോലെയാണ് നമ്മുടെ കാർഡ് ഇരിക്കുന്നത്. വലിയ വിധിമാറ്റങ്ങൾക്കും സർപ്രൈസുകൾക്കും സാധ്യതയുള്ള ജീവിതമാണ് നിങ്ങളുടേതെന്നാണ് ഈ കാർഡ് പറയുന്നത്. കാലചക്രം തിരിയുന്നത് പോലെ വലിയ തകർച്ചകളിൽ നിന്ന് അപ്രതീക്ഷിതമായ വൻ വിജയങ്ങളിലേക്ക് ഉയരാൻ ഭാഗ്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തികച്ചും അപ്രതീക്ഷിതമായ ചില തകർച്ചകളോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനുകളെല്ലാം തകിടം മറിഞ്ഞ സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ഡെത്ത് കാർഡ് കാണിക്കുന്നത് അങ്ങനെയുള്ള ആ പഴയ ഘട്ടമൊക്കെ പൂർണ്ണമായി അവസാനിച്ചു എന്നാണ്. ഇനി അതിനെപ്പറ്റി പേടിക്കേണ്ട. 2 വഴികളിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാതെ വലിയ ആശയക്കുഴപ്പത്തിൽ കുടുങ്ങിപ്പോയ സമയങ്ങൾ എന്തായാലും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾ അതിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഈ വലിയ തകർച്ചകളും ആശയക്കുഴപ്പങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു വലിയ മാറ്റത്തിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. തളർന്നു വീണ് കിടക്കുന്നിടത്ത് നിന്ന് പുതിയ ആവേശത്തോടെയും ലക്ഷ്യബോധത്തോടെയും എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾ പഠിച്ചു. പുതിയ ആശയങ്ങളുമായി ഭയമില്ലാതെ മുന്നേറാൻ നിങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ
ഇവിടെ നിങ്ങളുടെ യഥാർത്ഥ കഴിവ് പുറത്തു വരികയാണ് ചെയ്യുന്നത്. അതായത് മജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കാനും അത് സ്വന്തമാക്കാനുമുള്ള അമാനുഷികമായ കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ്. എംപറർ കാർഡ് കൂടി ചേരുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാവുകയും സ്വന്തം ജീവിതത്തിന്റെ ആധിപത്യം, കൺട്രോൾ പൂർണ്ണമായി നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഇവിടെ ലവേഴ്സ് എനർജിയും ചാരിയറ്റിനോട് ചേർന്ന് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായ പ്രണയവും സന്തുലിതമായ ബന്ധങ്ങളും നല്ല റിലേഷൻഷിപ്പും ശരിയായ കൂട്ടുകെട്ടുകളും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾ, നിലവിലുള്ള ബന്ധങ്ങളാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും പങ്കാളിയാണെങ്കിലും ഏത് തരത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അതെല്ലാം ഇപ്പോൾ എങ്ങനെയാണെങ്കിലും അതെല്ലാം നല്ല രീതിയിലേക്ക് ബലപ്പെടാൻ വേണ്ടി പോകുന്നു. ചാരിറ്റി കാർഡ് പറയുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസവും ലക്ഷ്യബോധവും നിങ്ങളെ തടസ്സങ്ങളെല്ലാം തകർത്ത് അതിവേഗം വിജയത്തിലേക്ക് നയിക്കും എന്ന് തന്നെയാണ്. നിങ്ങളുടെ അന്തിമ ഡെസ്റ്റിനി കാർഡുകൾ കാണുമ്പോൾ നല്ല എന്താ പറയാ, വളരെ അത്ഭുതം തോന്നുന്ന കാർഡുകളാണ്. അതായത് 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ടാരോയിലെ ഏറ്റവും വലിയ വിഷ് ഫുൾഫിൽമെന്റ് കാർഡാണ്. അതായത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച എല്ലാ ആഗ്രഹങ്ങളും ഒന്നൊന്നായി സാധിക്കുമെന്നാണ് ഈ കാർഡ് ഉറപ്പ് നൽകുന്നത്. ഏസ് ഓഫ് കപ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വറ്റാത്ത സ്നേഹവും സമാധാനവും പുതിയ സന്തോഷങ്ങളുടെ തുടക്കവും എല്ലാം വരുമെന്ന് ഉറപ്പു പറയുന്നുണ്ട്. വൈകാരികമായി പൂർണ്ണ സംതൃപ്തിയുള്ള ഒരു ജീവിതമായിരിക്കും ഇനി നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. അപ്രതീക്ഷിത തകർച്ചകളിൽ നിന്നും പൂർണ്ണമായി കരകയറി മാനിഫെസ്റ്റേഷൻ പവർ, അതായത് ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാനുള്ള കഴിവ് കൊണ്ട് അതെല്ലാം നേടിയെടുത്ത് പ്രണയവും വിജയവും സമാധാനവും നിറഞ്ഞ ആഡംബരപൂർണമായ ജീവിതം നയിക്കുക എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനി. സോൾഡ് ലൈറ്റ് ആണ് നിങ്ങളുടെ ക്രിസ്റ്റൽ. സിഗ്നിഫിക്കേറ്റർ കാർഡ് ഹാങ്ഡ് മാൻ. അതർ കാർഡ്സ് ഹെർമിറ്റ്, 3 ഓഫ് കപ്സ്, വേൾഡ് കാർഡ്, 4 ഓഫ് കപ്സ്, സ്ട്രെങ്ത്, ക്യൂൻ ഓഫ് വാണ്ട്സ്, അൺനോൺ കാർഡ്, പേജ് ഓഫ് സോർഡ്സ്, മൂൺ കാർഡ്, എംപറർ, 7 ഓഫ് സോർഡ്സ്. പൈൽ നമ്പർ 7 നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡായിട്ട് വന്നിരിക്കുന്ന ഹാങ്ഡ് മാൻ സൂചിപ്പിക്കുന്നത് കാര്യങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട കാഴ്ചപ്പാടിൽ കാണാൻ കഴിവുള്ള ആളാണ് നിങ്ങളെന്നാണ്. ജീവിതത്തിൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാതെ കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് അതിൻ്റെ വിവിധ വശങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന അപൂർവ വ്യക്തിത്വമാണ് നിങ്ങളുടേത്. നിങ്ങൾ സ്വാഭാവികമായി തന്നെ ഒരു വലിയ ചിന്തകനാണ്. ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള, ആഴത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ആൾക്കൂട്ടങ്ങളെക്കാൾ കൂടുതൽ സ്വന്തം കമ്പനി ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഏകാന്തമായിട്ടിരിക്കാൻ സാധിക്കുന്ന ഒരുപാട് സമയങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുമുണ്ട്. 4 ഓഫ് കപ്സും മൂൺ കാർഡും സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മുന്നിലെത്തുന്ന പല സാധാരണ അവസരങ്ങളിലും താല്പര്യം കാണിക്കാറില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം തോന്നാറില്ല എന്നാണ്. ഉള്ളിൽ ഭയങ്ങളും അനിശ്ചിതത്വങ്ങളും ആശയക്കുഴപ്പങ്ങളും നിങ്ങളെ ഒരുപാട് അലട്ടിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തൊരു രഹസ്യ സ്വഭാവം എന്തായാലും നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ പലരുടെയും കപടമുഖങ്ങളും ചതികളും തിരിച്ചറിയാൻ നിങ്ങളുടെ മൂർച്ചയുള്ള ബുദ്ധിക്കും നിരീക്ഷണ പാടവത്തിനും വളരെ എളുപ്പത്തിൽ സാധിക്കും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ രഹസ്യമായി വെക്കാനും സ്വയം സംരക്ഷിക്കാനും നിങ്ങൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ശാന്തതയ്ക്ക് പിന്നിൽ വലിയൊരു മനക്കരുത്തും ആത്മവിശ്വാസവും ഉണ്ട്. നിങ്ങൾ പ്രതിസന്ധികളെയെല്ലാം നേരിടുന്നത് അക്രമത്തിലൂടെയല്ല, ക്ഷമയും വിവേകവും കൊണ്ടാണ്. ഈ മാനസിക വളർച്ച നിങ്ങളെ ഒരു ക്യൂൻ ഓഫ് വാണ്ട്സ് എന്ന അതിശക്തമായ ഊർജത്തിലേക്ക് നയിക്കും. ആകർഷകമായ വ്യക്തിത്വവും സ്വന്തം കഴിവിൽ പൂർണ്ണ ആത്മവിശ്വാസവുമുള്ള, എവിടെ ചെന്നാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായി നിങ്ങൾ മാറും. ഇവിടെ നമുക്കൊരു അൺനോൺ കാർഡ് വന്നിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഭാവിയിൽ വിധി നിങ്ങൾക്കായിട്ട് എന്തോ ഒരു കാര്യം സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പോലും അറിയാത്ത വലിയൊരു അപ്രതീക്ഷിത സംഭവ വികാസം, ഒരു സർപ്രൈസ് പോസിറ്റീവായിട്ട് എന്തോ നിങ്ങളിലേക്ക് അൺഫോൾഡ് ചെയ്ത് വരാനുണ്ട് എന്നാണ്. നമ്മളോട് അതിപ്പോൾ പറയുന്നില്ല. നിങ്ങളുടെ ജീവിതം വലിയൊരു പൂർണ്ണതയിലേക്ക് എത്താൻ എന്തായാലും പോവുകയാണ്. അത് വേൾഡ് കാർഡ് ഉറപ്പ് നൽകുന്നുണ്ട്. ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ടല്ലോ, അത് പറയുന്നുണ്ട്. എംപറർ കാർഡ് കാണിക്കുന്നത് സ്വന്തം ജീവിതത്തിന്മേൽ വലിയൊരു അധികാരവും നിയന്ത്രണവും നിങ്ങൾ നേടുമെന്നാണ്. നിങ്ങളുടെ വിജയങ്ങൾ പ്രിയപ്പെട്ടവരുമായി ആഘോഷിക്കുന്ന സന്തോഷകരമായ നിമിഷങ്ങളും നിങ്ങളുടെ ഡെസ്റ്റിനിയിലുണ്ട്. ചുരുക്കത്തിൽ സ്വന്തം ആത്മീയ പക്വതയും അറിവും കൊണ്ട്, ആന്തരിക ശക്തി കൊണ്ട് സകല ഭയങ്ങളെയും ചതികളെയും മറികടന്ന് ജീവിതത്തിലെ വലിയൊരു ചാപ്റ്റർ ഭംഗിയായിട്ട് പൂർത്തിയാക്കി നിൽക്കുകയാണ് നിങ്ങൾ. അങ്ങനെ ലോകമറിയുന്ന ഉന്നത പദവിയിലെത്തുക എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനി. ജീവിതത്തിലെ വലിയൊരു
ചാപ്റ്റർ ഭംഗിയായി പൂർത്തിയാക്കി ലോകമറിയുന്ന ഉന്നത പദവിയിലെത്തുക എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനി. ഫയൽ നമ്പർ 9 നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ് വേൾഡ് കാർഡാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റോണ് വൈറ്റ് ആഗറ്റ്, മൂൺ സ്റ്റോൺ. 5 ഓഫ് സോഡ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ്, 6 ഓഫ് സോഡ്സ്, ടെമ്പറൻസ്, നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് സോഡ്സ്. ഇതാണ് നിങ്ങളുടെ കാർഡ്. ഫയൽ നമ്പർ 9 നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡായിട്ട് വന്നിരിക്കുന്ന വേൾഡ് കാർഡ് നമ്മുടെ ടാരോയിൽ തന്നെ ഏറ്റവും പവർഫുള്ളായ കാർഡുകളിലൊന്നാണ്. മേജർ ആർക്കാന കാർഡാണ്. അതായത് ഇത് വരുന്നത് ഡെസ്റ്റിനിയെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന കാർഡാണ്. ഇത് നിങ്ങളുടെ ഡെസ്റ്റിനി കാർഡായിട്ട്, സിഗ്നിഫിക്കേറ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ചാപ്റ്റർ വിജയകരമായി പൂർത്തിയാക്കി തികഞ്ഞ പൂർണ്ണതയിലേക്കും പുതിയൊരു ലോകത്തേക്കും കാലെടുത്ത് വയ്ക്കാൻ പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ ഇന്ന് എന്നാണ്. എന്നാൽ ഈ വലിയ വിജയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് നിങ്ങൾ പലതരം തർക്കങ്ങളിലൂടെയും അനാവശ്യമായ വാദപ്രതിവാദങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട്. വിശ്വസിച്ചവരിൽ നിന്നുള്ള തിരിച്ചടികൾ വലിയൊരു മുറിവ് നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ഓഫ് സോഡ്സ് കാണിക്കുന്നത് ജീവിതത്തിൽ പലപ്പോഴും 2 വഴികളിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ അല്ലെങ്കിൽ ആരുടെ കൂടെ നിൽക്കണമെന്നറിയാതെ വലിയ ആശയക്കുഴപ്പത്തിലും മാനസിക മരവിപ്പിലും നിങ്ങൾ നിന്നിരുന്നു എന്നാണ്. ഏത് വഴി തിരഞ്ഞെടുക്കണമെന്നറിയില്ല. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആ സങ്കടങ്ങൾ നിറഞ്ഞ ചുറ്റുപാടുകളിൽ നിന്ന് മനഃപൂർവ്വം പിന്മാറി ശാന്തമായ ഒരു തീരത്തേക്ക് സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിസന്ധികളോട് പൊരുതി നിൽക്കുന്നതിന് പകരം സ്വന്തം സമാധാനത്തിന് പ്രാധാന്യം നൽകി മാറി നടക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ പഠിച്ചു. അതൊരു നല്ല പാഠമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്കുണ്ടായത്. നിങ്ങളത് പഠിച്ചെടുത്തതാണ് സാഹചര്യങ്ങളിൽ നിന്ന്. അതനുസരിച്ച് നിങ്ങളിപ്പോൾ മാറി നടക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അതിശയകരമായ ഒരു ബാലൻസ് ആണ്. നിങ്ങളുടെ മനസ്സിന്റെ അസ്വസ്ഥതകളെല്ലാം മാറി വലിയൊരു ശാന്തതയും ആത്മീയമായ പക്വതയും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആരുടെ മുന്നിലും തോറ്റുകൊടുക്കാത്ത നിങ്ങൾ, ഉള്ളിൽ വലിയ സ്നേഹവും അതുപോലെ കരുണയുമൊക്കെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാനും സ്നേഹിക്കാനുമുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ട്. അത് ഈ നൈറ്റ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനി എന്താണെന്നറിയാമോ? 9 ഓഫ് പെൻറ്റക്കിൾസും 9 ഓഫ് കപ്സും ഒരുമിച്ച് വന്നിരിക്കുന്നത് അത് പറയാൻ വേണ്ടിയാണ്. സാമ്പത്തികമായി ആരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കുന്ന ഉയർന്ന അവസ്ഥയെയും മനസ്സാഗ്രഹിച്ച സകല കാര്യങ്ങളും യാഥാർത്ഥ്യമാകുന്നതിൻ്റെയും തെളിവാണ് ഈ 2 കാർഡുകളും കൂടി ഒരുമിച്ച് വന്ന് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. വേൾഡ് കാർഡ് സിഗ്നിഫിക്കേറ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ എനർജിയും കൂടി ചേർത്ത് വായിച്ചാൽ ഒരു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളുടെയും പാഠങ്ങളുടെയും കാലം അവസാനിച്ചു കഴിഞ്ഞു എന്ന് ആണ്. അതായത് ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. നിങ്ങൾ ആഗ്രഹിച്ച വലിയ ലക്ഷ്യങ്ങൾ ലോകത്തിനു മുന്നിൽ തെളിയിക്കാനും ജീവിതത്തിൽ ഒരു പുതിയ പൂർണ്ണത നേടാനും നിങ്ങൾക്ക് ഇനി സാധിക്കും. തർക്കങ്ങളിൽ നിന്നും മാനസികമായ ആശയക്കുഴപ്പങ്ങളിൽ നിന്നും മനഃപൂർവ്വം മാറി നടന്ന് ആത്മീയമായൊരു ബാലൻസും പക്വതയും നേടി സകല സമൃദ്ധിയും ആഗ്രഹ സാഫല്യവും നിറഞ്ഞ മനോഹരമായൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനി. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനി ഫയൽ നമ്പർ 1 മുതൽ 9 വരെയുള്ള ഫയലുകൾ എടുത്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഇത് കംപ്ലീറ്റ് റീഡ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ജനന തീയതി, ഡെസ്റ്റിനി നമ്പർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഫയൽ മാത്രം ആവണമെന്നില്ല നിങ്ങളുടെ എനർജി പറയുന്നത്. ഇത് കംപ്ലീറ്റ് റീഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ആർക്കൊക്കെയോ വേണ്ടി 9 ഫയലുകളിലൂടെയും അവരുടെ എനർജി, അവരുടെ സാഹചര്യം, വിവിധ വശങ്ങൾ ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ആർക്കാണോ അത് ഫീൽ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് 9 ഫയൽസും കാണാൻ വേണ്ടി, ആർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒരു ഫീൽ ഉണ്ടാകുന്നു അവരത് കാണട്ടെ. നമ്മളിവിടെ ഒരു തരത്തിലും കമ്പൽ ചെയ്യുന്നില്ല. വീഡിയോ എത്ര നിങ്ങൾ കണ്ടാലും അതൊരു വിഷയമല്ല. കുറച്ച് കണ്ടാലും കൂടുതൽ കണ്ടാലും എന്നെ സംബന്ധിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പർപ്പസ് ഇവിടെ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനി നമ്പർ വെച്ചിട്ട് സെലക്ട് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും കാർഡുകളോട് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഫയലിനോടോ കാർഡിനോടോ ഒരു കോംബോ കാർഡുകളോടോ, നമ്മളിത് കാർഡ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമല്ലോ ഇത്
നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, കാർഡുകൾ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ ആ ഫയലുകളും നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയുള്ള അതുപോലെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഇനിയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ വരും. നിങ്ങൾക്ക് വീഡിയോ അതാത് സമയത്ത് തന്നെ കാണാൻ സാധിക്കും. മെമ്പർഷിപ്പും ആക്റ്റീവാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.